നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് പറയുന്നത്. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. എന്നാൽ ഈ പ്രതിഷ്ഠയെ ഉണ്ണിക്കണ്ണനായിട്ടും ഗുരുവായൂരപ്പനായും ഗോശാല കൃഷ്ണനായും സങ്കല്പിച്ചു വരുന്നു. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ചമ്പക്കുളം വള്ളംകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ളവയാണ്. കേരളത്തിന്റെ തനതു കലകളിൽ ഒന്നായ ഓട്ടൻതുള്ളലിന്റെ ഉത്ഭവസ്ഥാനം എന്ന നിലയിലും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി 10 ദിവസം ഉത്സവം ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യമനുസരിച്ച് വില്വാമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിർവഹിച്ചത്. ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനും വില്വാമംഗലത്ത് സ്വാമിയാരും വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയം മനോഹരമായ ഒരു ഓടക്കുഴൽ ഗാനം കേട്ട് രാജാവ് ചുറ്റും നോക്കി. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും ആയതിനാൽ അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു. അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണി കഴിക്കപ്പെട്ടത്. കൂടാതെ പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിക്കുകയും ആ സമയം ആ വഴി വന്ന നാരായണത്തു ഭ്രാന്തൻ താമ്പൂലം തുപ്പി വിഗ്രഹം ഉറപ്പിച്ചു എന്നും അങ്ങനെ താമ്പൂലം ഒഴുക്കി വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയതിനാൽ താമ്പൂലപ്പുഴ എന്നും പിന്നീട് ആ പേര് അമ്പലപ്പുഴ എന്നായി മാറിയെന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രത്തില് 2 കുടുംബക്കാർക്കായാണ് താന്ത്രികാവകാശം നൽകിയിരിക്കുന്നത്. കടികക്കോൽ മനയും പുതുമനയും. ഇതിന്റെ പിന്നിലും മറ്റൊരു കഥയുണ്ട്. ഇങ്ങനെയാണ് കഥ. ആദ്യം കടികക്കോൽ മനയിലെ തിരുമേനി മാത്രമാണ് ക്ഷേത്രത്തിൽ തന്ത്രിയായി ഇരുന്നത്. എന്നാൽ വിഗ്രഹത്തിൽ അപാകതകൾ ഉള്ളതായി പുതുമന നമ്പൂതിരിക്ക് തോന്നുകയും തുടർന്ന് അവർ തമ്മിൽ തർക്കം നടക്കുകയും ചെയ്തു. തർക്കത്തിനൊടുവിൽ പുതുമന നമ്പൂതിരി ഒരു വടി കൊണ്ട് വിഗ്രഹം തല്ലുകയും ആ സമയം വിഗ്രഹത്തിൽ നിന്ന് ചെളിയും അഴുക്കുകളും ഒക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ ആ വിഗ്രഹം ഉപേക്ഷിച്ചു. ശേഷം ക്ഷേത്രക്കുളത്തിൽ നിന്നും മുങ്ങിയെടുത്ത വിഗ്രഹം കൊണ്ടാണ് ഇരുമനക്കാരും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെയാണ് ഇരു കുടുംബക്കാർക്കും തന്ത്രസ്ഥാനം വീതിച്ചു നൽകാനായി ഉത്തരവായത്. ഇങ്ങനെ ദേവനിർമ്മിതമായ 3 പ്രധാന ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതിലൊന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവും മറ്റൊന്ന് ഗുരുവായൂർ ക്ഷേത്രവും മൂന്നാമത്തേത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലുള്ള പൂർണ്ണത്രീശ ക്ഷേത്രവുമാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പാൽപായസത്തിന്റെ പിന്നിലും രസകരമായൊരു കഥ തന്നെയുണ്ട്. ഒരു ക്ഷാമകാലത്ത് ചെമ്പകശ്ശേരി രാജാവ് തലവടി സ്വദേശിയായ ഒരു തമിഴ് ബ്രാഹ്മണ പ്രഭുവിൽ നിന്നും കുറച്ച് ധനം വായ്പ വാങ്ങുകയുണ്ടായി. എന്നാൽ ആ ധനം സമയത്തിന് തിരികെ നൽകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ബ്രാഹ്മണൻ ഒരിക്കൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വന്ന് തന്റെ കുടുംബ ക്ഷേത്രത്തിൽ അഴിച്ചുവെച്ച് ശപഥം ചെയ്തു, തന്റെ കടം വീട്ടാതെ ഇന്ന് ക്ഷേത്രത്തില് ഉച്ചപൂജ നടത്തരുത് എന്ന്. ഇതറിഞ്ഞ രാജാവ് മന്ത്രിയായ മണക്കാട്ടപ്പിള്ളി മേനോനോട് കാര്യം പറഞ്ഞു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സകല കരക്കാരും തങ്ങളുടെ മുഴുവൻ നെല്ലും ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊണ്ട് ചൊരിഞ്ഞു. ഉച്ചപൂജയ്ക്ക് മുൻപായി തന്നെ ഇവയൊക്കെ ഇവിടുന്ന് മാറ്റണമെന്ന് മന്ത്രി ബ്രാഹ്മണനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെയുള്ള ഒരാൾ പോലും ബ്രാഹ്മണനെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ബ്രാഹ്മണൻ ആ നെല്ലെല്ലാം ക്ഷേത്രത്തിന് തന്നെ സമർപ്പിച്ചു. ഉച്ചപൂജയ്ക്ക് ഭഗവാന് പാൽ പായസം നേദിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്തു. അന്നു മുതലാണ് ഇപ്പോൾ നാം കാണുന്ന പാൽ പായസ വഴിപാട് ആരംഭിച്ചത്. ഏകദേശം 6 മണിക്കൂർ നീളുന്ന ജോലിയാണ് ഈ ഒരു പായസം തയ്യാറാക്കാനായി എടുക്കുന്നത്. പായസത്തിന്റെ സ്വാദും ഈ ഒരു പാചക രീതിയും കൊണ്ടാണ് ഈ ഒരു പാൽപായസത്തിന് ഇത്രയേറെ പ്രസിദ്ധി ലഭിച്ചത്. ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ക്ഷേത്രത്തിൽ തന്നെയുള്ള മണിക്കിണറിൽ നിന്നുള്ള ശുദ്ധമായ ജലം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാൽപായസം തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ജലത്തിന് ക്ഷാമം ഉണ്ടാകരുത് എന്ന കാരണത്താൽ ഒരു മഹർഷി തന്നെയാണ് ഈ ഒരു മണിക്കിണർ ക്ഷേത്രത്തില് സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മണിക്കിണറിന്റെ സമീപത്തേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. പായസം തയ്യാറാക്കുമ്പോൾ പഞ്ചസാര ചേർക്കാൻ സമയമാകുമ്പോൾ ശാന്തിക്കാരൻ തിടപ്പള്ളിയുടെ പുറത്ത് വന്ന് വാസുദേവാ എന്ന് നീട്ടി വിളിക്കുന്ന പഞ്ചാര വിളി ഇവിടുത്തെ ആചാരമാണ്. പാൽപായസം നേദിക്കാൻ കൊണ്ടുപോകുന്ന നേരം കൃത്യമായി വടക്കേ നടയില് ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. ഇത് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമായി ഭക്തർ കണ്ടുവരുന്നു. ഗുരുവായൂർ ക്ഷേത്രമായി അമ്പലപ്പുഴയ്ക്ക് ഒരു വലിയ ബന്ധം തന്നെയുണ്ട്. ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന സംശയം തോന്നിയ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും കൂടി
ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു. പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ പ്രത്യേകം ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും ഒക്കെ പണി കഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തിയെന്നും അമ്പലപ്പുഴയിൽ ഇന്നും ആ ശ്രീകോവിലും അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ ഒരു ചിത്രവും നമുക്ക് കാണാം. അവിടെ നിത്യേന നിലവിളക്കും വെക്കുന്നുണ്ട്. ഇതിനെ ഗുരുവായൂർ നട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് കാണാവുന്നതാണ്. യുദ്ധത്തിനു ശേഷം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അവിടെ നിന്ന് കൊണ്ടുപോയെങ്കിലും എന്നാൽ ഗുരുവായൂരപ്പന് അവിടെ നിന്ന് തിരികെ പോകാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല എന്നാണ്. കാരണം പാൽപ്പായസത്തിന്റെ സ്വാദ് കൊണ്ട് തന്നെയാണ് ഈ ഒരു പാൽപ്പായസത്തിന്റെ പേരിൽ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണനും ഗുരുവായൂരപ്പനും തമ്മിൽ ചെറിയൊരു പിണക്കം പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. ഈ കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നതും. കൂടാതെ അമ്പലപ്പുഴയിലെ പാൽപ്പായസം നിവേദിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഗുരുവായൂർ നട അടയ്ക്കുമെന്നും ഗുരുവായൂർ മാത്രം ഉച്ചശിവേലി നിത്യേന നടത്തുന്നത് വൈകുന്നേരം നട തുറന്നതിന് ശേഷമാണെന്നും വിശ്വസിച്ചു വരുന്നു. കാരണം ഗുരുവായൂർ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നട അടച്ചു കഴിയുമ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് അമ്പലപ്പുഴയിലേക്ക് വന്ന് നമ്മുടെ പാൽപ്പായസമൊക്കെ കുടിക്കും. അതായത് അമ്പലപ്പുഴയിൽ പാൽപ്പായസം ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുമെന്നാണ് ഐതിഹ്യം. അപ്പൊ ഗുരുവായൂരപ്പന്റെ ഒരു സാന്നിധ്യം നമുക്ക് അമ്പലപ്പുഴയിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് വഴിപാടുകളൊക്കെ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പാൽപ്പായസം തന്നെയാണ്. കൂടാതെ ത്രിമധുരം, വെണ്ണ നിവേദ്യം, കളഭാഭിഷേകം, അവൽ നിവേദ്യം, കൂടാതെ അന്നദാനം, അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തില് പള്ളിപ്പാന നടക്കുന്ന ഒരു സമയമാണ്. 12 വർഷത്തെ കളഭാഭിഷേകം പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് ഒരു പള്ളിപ്പാന നടത്തുന്നത്. എന്താണ് പള്ളിപ്പാന എന്ന് പറയുന്നത്? ഇത് നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിനും ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കുന്നതിനും അതുപോലെയുള്ള അവിടെയുള്ള നാട്ടുകാർക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ആചാരമാണിത്. ഈ ഒരു ചടങ്ങ് നടത്തുന്നത് വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ്. ഭഗവാന്റെ കഥകളും സ്തുതികളും പാട്ടുകളും ഒക്കെ അവര് പാനപ്പാട്ടുകളായിട്ടൊക്കെ ചൊല്ലി അങ്ങനെ ഒരുപാട് ആചാരങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ചടങ്ങാണ്. 15 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു ചടങ്ങ്. ഫെബ്രുവരി 8-ാം തീയതിയാണ് ഈ ഒരു ചടങ്ങ് ആരംഭിച്ചത്. ഫെബ്രുവരി 22-ാം തീയതിയോടുകൂടി ഈ പള്ളിപ്പാന അവസാനിക്കുന്നതാണ്. 12 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അടുത്ത പള്ളിപ്പാന വരുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു പള്ളിപ്പാനയുടെ ഭാഗമാകാവുന്നതാണ്. രാത്രി സമയങ്ങളിലാണ് ഈ പള്ളിപ്പാന ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അമ്പലപ്പുഴയിലെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കലെങ്കിലും നേരിട്ട് അനുഭവിക്കേണ്ടതാണ് അമ്പലപ്പുഴയിലെ ഒരു ആത്മീയ ചൈതന്യം. നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ അനുഭവങ്ങളും ഇവിടുത്തെ പാൽപ്പായസത്തിന്റെ രുചിയെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.